ഞാനിത് പറയാൻ കാരണം ഞാൻ ഇവിടെ മംഗലാപുരം ഭാഗത്തേക്ക് വന്നപ്പോ ഇന്ന് ഞാൻ അന്വേഷിച്ചു ഇവിടെ മുഹറം മാസം ഉറപ്പിച്ചത് എങ്ങനെയാണ്. അൽഹംദുലില്ലാഹ് സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന സംഘടനകളിലെ ഖാദിമാരെല്ലാവരും ഒരുപോലെയാണ് ഇവിടെ മാസമർപ്പിച്ചത്. അതുകൊണ്ട് ഇവിടെയുള്ള ആളുകൾ ആരും അതിന്റെ പേരിൽ ഖാദിമാരെ കുറ്റം പറഞ്ഞ് ഈ പവിത്രമായ മാസം തെറ്റുകൾ കൊണ്ട് പെരുപ്പിക്കുകയില്ല എന്ന് ഞാൻ സമാധാനിക്കുന്നു. അതാണ് നിങ്ങൾ ഭാഗ്യവാന്മാരാണ് എന്ന് ഞാൻ പറഞ്ഞു. സംഘടനാ വ്യത്യാസമില്ലാതെ കർണാടകയിലെ ഖാദിമാർ ആശൂറ തീരുമാനിച്ചത് അഥവാ മുഹറം 1 തീരുമാനിച്ചത് വെള്ളിയാഴ്ച 1 എന്നാണ് എന്റെ അറിവ്. അല്ലേ? അങ്ങനെയാണ് എന്റെ അറിവ്. ഇതേപോലെ തമിഴ്നാട്ടിൽ അങ്ങകലെ അയൽ പട്ടണത്ത് അവിടെ മാസം കണ്ട് തമിഴ്നാട്ടിലെ ഖാദിമാരും അതേപോലെ ഉറപ്പിച്ചു എന്നാണ് എന്റെ അറിവ്. അതിനോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് ഞാൻ പ്രവർത്തിക്കുന്ന സംഘടനയല്ലെങ്കിലും ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കളായ പ്പെട്ട ഒരാൾ അവിടെയും അതേപോലെ തന്നെ വിധിച്ചു എന്നാണ് എന്റെ അറിവ്. എന്നാൽ അതേ സംഘടനയിൽ തന്നെയുള്ള വേറൊരാൾ അങ്ങനെയല്ല, ശനിയാഴ്ചയാണ് 1 എന്ന് വിധിച്ചതായും കേട്ടിട്ടുണ്ട്. ഒരേ സംഘടനയിൽ തന്നെ പെട്ടവർ 2 വിധത്തിൽ ചിലപ്പോൾ ഖാദിമാർ മാസമർപ്പിച്ചു എന്ന് വരും. കാരണം അത് സംഘടനയുടെ തീരുമാനമനുസരിച്ച് നടക്കുന്ന ഒരു സംഗതി അല്ല. ഇതേപോലെ സുഹൃത്തുക്കളെ, കേരളത്തിൽ 2 സംഘടനയിൽപ്പെട്ട ഖാദിമാർ ചിലർ, എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, വ്യത്യസ്തമായി തീരുമാനമെടുത്തു എന്നും കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിലൊന്നും ഒരു ഖാദിയെയും ഒരു സയ്യിദിനെയും ഒരു ആലിമിനെയും ആരും കുറ്റം പറയുകയോ ഗീബത്ത് പറയുകയോ നിന്ദിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ നിയമമെന്ന് സർവ്വ മുസ്ലിമീങ്ങളോടും ഞാൻ ഉണർത്തുകയാണ്. ഇത് ഞങ്ങളുടെ കടപ്പാട് നിർവഹിക്കാൻ വേണ്ടി പറയുകയാണ്. സംഘടനാ സങ്കുചിതത്വത്തിന്റെ പേരിൽ എന്തും പറയാൻ പറ്റില്ല. എന്ത് പറയുമ്പോഴും കൃത്യമായി മാത്രമേ മതത്തിന്റെ നിയമം പറയാൻ പറ്റൂ. സുഹൃത്തുക്കളെ, ഞാനിത് പറയുമ്പോ ഞാൻ വരുന്ന സമയത്ത് എനിക്ക് ഒരാൾ, അദ്ദേഹം എന്നെ പോലെ തന്നെ ഒരു പ്രസംഗകനാണ്, ഒരു ചെറുപ്പക്കാരനായ പണ്ഡിതനാണ്, എന്നെക്കാൾ അല്പം പ്രായം കുറവാണ്. അദ്ദേഹം അയച്ച ഒരു ക്ലിപ്പ് കേട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ ക്ലിപ്പിൽ അദ്ദേഹം പറഞ്ഞു, ചില കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയുകയാണ്. ഞാൻ ഇന്നലെ കുറ്റ്യാടിയിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിരുന്നു, മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ജീവിച്ചിരുന്ന കാലത്ത് വെളിയങ്കോട് മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു മാസമുറപ്പിച്ചു. അങ്ങനെ നോമ്പ് തുടങ്ങി. വെളിയങ്കോടിന്റെ നേരെ ഇക്കരെ ഒരു ഇപ്പോൾ പാലമുണ്ട്, അന്ന് പാലമില്ല. പുഴയുടെ ഇക്കരെയാണ് പൊന്നാനി. പൊന്നാനിയിലെ അന്നത്തെ കാലത്തുള്ള ഖാദിയും വലിയ മഹാനായ ഖാദിയാണ്. അവിടുത്തെ ഖാദിക്ക് അത് ബോധ്യപ്പെട്ടില്ല. അതുകൊണ്ട് പൊന്നാനി ഖാദി മാസം ഉറപ്പിച്ചില്ല. ഇത് നമ്മുടെ സംഘടനയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് നടന്നൊരു സംഭവമാണ്. സംഘടനയൊക്കെ ഉണ്ടായിട്ട് ഏതായിരുന്നാലും 100ാം വാർഷികല്ലേ എല്ലാവരും കൊണ്ടാടുന്നു. ഇതതിന്റെ ഒക്കെ മുമ്പുള്ള സംഭവമാണ്. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു മാസമുറപ്പിച്ചു. പൊന്നാനി ഖാദി മാസമുറപ്പിച്ചില്ല. പക്ഷേ അതിന്റെ പേരിൽ അവർക്കിടയിൽ വാക്കുതർക്കമില്ല, അവർക്കിടയിൽ പരസ്പരം ഭിന്നിപ്പില്ല, അവരെ അനുയായികൾക്കിടയിലും മഹല്ലുകാർക്കിടയിലും ഭിന്നിപ്പില്ല. പൊന്നാനി ജുമാഅത്ത് പള്ളിയിൽ റമദാനിന്റെ അവസാനത്തെ 10 ദിവസം ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ആണ് വഅദ് പറഞ്ഞ് പതിവുള്ളത്. ആ കൊല്ലവും ഉമർ ഖാദി തന്നെയാണ് പൊന്നാനി പള്ളിയിൽ വഅദ് പറയുന്നത്. അവിടുത്തെ ഖാദി വിധിച്ചതിനെതിരാണ് ഉമർ ഖാദി വിധിച്ചത്. പക്ഷേ അതിന്റെ പേരിൽ അവർക്കിടയിൽ ഭിന്നിപ്പൊന്നുമില്ല. ഉമർ ഖാദി പൊന്നാനി ജുമാഅത്ത് പള്ളിയിൽ വഅദ് പറഞ്ഞ് അവസാനം ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ വെളിയങ്കോട് റമദാൻ 30 പിറ്റേ ദിവസം പെരുന്നാളാകുമെന്നതിൽ സംശയം ഇല്ലല്ലോ.
അതേ സമയത്ത് വെളിയങ്കോട്ടുകാർക്കാണത്, പൊന്നാനിക്കാർക്ക് 29. മാസം കണ്ടാലേ പൊന്നാനി ഖാദിക്ക് മാസം ഉറപ്പിച്ച് പെരുന്നാളാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് നിയമം. നിങ്ങളിൽ പലരും UAE പോകുന്നവരുണ്ടാകാം. UAE അലൈൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, വലിയൊരു പട്ടണമാണ് അൽ ഐൻ. ആ അൽ ഐനിന്റെ നേരെ അപ്പുറത്ത് ബുറൈമി എന്ന് പറഞ്ഞിട്ട് ഒമാനിലെ ഒരു സ്ഥലമുണ്ട്. ബുറൈമിയും അൽ ഐനും തമ്മിലുള്ള വ്യത്യാസം ഒരു വേലി മാത്രമാണ്, ഒരു വേലിക്കെട്ട്. ആ വേലി പൊളിച്ചാൽ രണ്ടും ഒരുപോലെ. പലപ്പോഴും UAE നോമ്പുണ്ടാകുമ്പോൾ ഒമാനിൽ നോമ്പുണ്ടാവില്ല. ഒമാനിൽ പെരുന്നാളാകുമ്പോൾ UAE അങ്ങനെയായിരിക്കില്ല. പലപ്പോഴും അനുഭവിക്കുന്നതാണ്. അപ്പൊ പിന്നെ ആളുകൾ ഇതെന്താണ്, ആകെ ഒരു ചവിട്ടടിയും കൂലില്ലല്ലോ, തമ്മിൽ ദൂരം കണ്ട് കാര്യമില്ല. ഒമാനിലെ ഖാദി വിധിക്കും പോലെയാണ് ഒമാനിൽ തീരുമാനം, അതേ UAE ഖാദി വിധിക്കും പോലെയാണ് UAE തീരുമാനം. അങ്ങനെ ഇസ്ലാമിന്റെ നിയമത്തിൽ അങ്ങനെയുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അത് കേരളത്തിൽ മാത്രമോ അല്ലെങ്കിൽ കർണാടകയിൽ മാത്രമോ ഉള്ളതല്ല. സുഹൃത്തുക്കളെ, ഉമർ ഖാദി റളിയല്ലാഹു അൻഹു റമദാൻ മഹാനവറുകൾക്ക് 30 ആയല്ലോ. വഅദൊക്കെ കഴിഞ്ഞ് മഗ്രിബ് നിസ്കാരം നടത്തിയിട്ട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, മഹാനവറുകൾക്ക് പെരുന്നാളായിട്ടുണ്ട്, തക്ബീർ ചൊല്ലി. അപ്പോൾ പൊന്നാനിയിലുള്ള ചിലർ പറഞ്ഞു, ഖാദിയാർക്ക് തക്ബീർ ചൊല്ലാൻ ഇവിടെ പറ്റൂല, ഖാദിയാര് അക്കരെ പോയിട്ട് ചൊല്ലണം, നിങ്ങളെ മഹല്ലിലാണ് ഇന്ന് പെരുന്നാളായത്, ഞങ്ങൾക്ക് മാസം കാണാതെ പെരുന്നാളാവൂലല്ലോ. അവര് പറഞ്ഞതൊരു ന്യായമാണ്. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു എല്ലാവരോടും പള്ളിയുടെ മുറ്റത്തിറങ്ങാൻ പറഞ്ഞു. എല്ലാവരും മുറ്റത്തിറങ്ങിയപ്പോൾ ചക്രവാളത്തിലേക്ക് നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ എല്ലാവർക്കും മാസം കാണിച്ചു കൊടുത്തു, ചന്ദ്രപ്പിറവി കാണിച്ചു കൊടുത്തു. ഇനി നമ്മൾ ഒന്നിച്ച് ചൊല്ലില്ലേ എന്ന് ചോദിച്ചു. എല്ലാവരും ഒന്നിച്ച് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലി. സുഹൃത്തുക്കളെ, അപ്പോൾ പിന്നെ പൊന്നാനിക്കാരൊരു മോശക്കാരാവൂ? അവർക്ക് 29 നോമ്പല്ലേ കിട്ടിയുള്ളൂ, ഒരു മോശക്കാരും ആവൂല. അവരോട് 29 നിൽക്കാനേ അള്ളാഹ് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ പിന്നെ അക്കരെയുള്ളവരോ അവർക്ക് 30 കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അവരും മോശക്കാരാവൂല. ദീനിന്റെ നിയമം പഠിക്കാത്തവർ ദീനിന്റെ നിയമങ്ങൾ പറയുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യരുത് എന്നതിനു വേണ്ടിയാണ് ഞാൻ പൂർവ്വകാലത്ത് നടന്ന ഒരു സംഭവം വിവരിച്ചിട്ടുള്ളത്. ഇന്ന് പലരും ചോദിച്ചു, എങ്ങനെയാണ് ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് മാസമർപ്പിച്ചത്, എങ്ങനെയാണ് ഖലീൽ തങ്ങൾ മാസമർപ്പിച്ചത്? ഇവിടെ എങ്ങാനും മാസം കൊണ്ട് റിപ്പോർട്ടൊന്നും പറയുന്നില്ലല്ലോ. മാസം കണ്ടാൽ എങ്ങനെയാണ് നോമ്പുറപ്പിക്കേണ്ടത്, എങ്ങനെയാണ് പെരുന്നാൾ ഉറപ്പിക്കേണ്ടത്, എങ്ങനെയാണ് മുഹറം ഉറപ്പിക്കേണ്ടത് എന്നതൊക്കെ ആയിരക്കണക്കിന് മുതഅല്ലിമീങ്ങൾക്ക് ഓതി പഠിപ്പിച്ചു കൊടുക്കുന്ന വലിയ ആലിമീങ്ങളല്ലേ അവർ. അവർക്കതിനെ സംബന്ധിച്ച് വിവരമില്ലാതിരിക്കുമോ? അത് മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ അവർ ഖാദിയായ സ്ഥലങ്ങളിലുള്ള ജനങ്ങൾ സന്നദ്ധരാകണം. എന്നാൽ പിന്നെ വേറെ ചില സംഘടനയിലുള്ള ആലിമീങ്ങൾ അല്ലെങ്കിൽ സയ്യിദന്മാർ അതേ മറ്റൊരു ദിവസം ഉറപ്പിച്ചിട്ടുണ്ടല്ലോ. അവർ ഖാദിയായ മഹല്ലിലുള്ളവർ അവർ ഉറപ്പിച്ചതുപോലെയും കണക്കാക്കി മുന്നോട്ട് പോകണം. അവർ ഇങ്ങോട്ടും ഇവർ അങ്ങോട്ടും ഒരിക്കലും ചോദ്യം ചെയ്യാൻ ഇസ്ലാമിക ദൃഷ്ട്യാ നിവൃത്തിയില്ല എന്നതാണ് ഞാൻ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം. അതിന്റെ പേരിൽ ഒരു ഖാദിയെയും പഴിക്കാനോ ഒരു ഖാദിയെയും ചോദ്യം ചെയ്യാനോ ആർക്കും അധികാരവും അവകാശവും ഇല്ല. സുബ്ഹാനല്ലാഹ്, വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ ഇവിടെ വെള്ളിയാഴ്ചയാണെങ്കിൽ അതിന്റെയും ഒരു ദിവസം മുമ്പ് അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് നോമ്പ് തുടങ്ങിയ അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പ് നോമ്പ് തുടങ്ങിയ സ്ഥലങ്ങൾ വിദേശ രാജ്യങ്ങളിലുണ്ട്. ഇനി ഞങ്ങൾ നോക്കൂ, കേരളം എന്ന് പറയുന്ന സ്ഥലം, ആ തലക്കേക്ക് പോയാൽ തിരുവനന്തപുരം കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോ തമിഴ്നാട്, ഇങ്ങോട്ട് വന്ന് കാസർഗോഡ് കഴിഞ്ഞാൽ കർണാടക. തമിഴ്നാട്ടിലും ഒരു ദിവസം മുഹറം 1, അന്ന് തന്നെ കർണാടകയിലും യാതൊരു തർക്കവും ഇല്ലാതെ മുഹറം 1. അതിന്റെ ഇടയ്ക്കുള്ള ഒരു ചെറിയ സ്ഥലമാണ് ഈ കേരളം എന്ന് പറയുന്നത്. സാധാരണ ഞാൻ പറയാൻ നങ്ക് പോലത്തെ സ്ഥലമാണ്, അതായത് കൂടുതൽ വീതിയൊന്നുമില്ല, ചെറിയ വീതിയിലുള്ള കുറച്ച് നീളമുള്ള ഒരു സ്ഥലം.
അപ്പുറവും നോമ്പ് ഇപ്പുറവും നോമ്പ്, അല്ലെങ്കിൽ അപ്പുറം മാസം കണ്ടിരിക്കുന്നു അപ്പുറം ഓർപ്പിച്ചിരിക്കുന്നു. കർണാടകയിൽ എല്ലാവരും യോജിച്ച് അത് ഓർപ്പിച്ചിരിക്കുന്നു. ഇടയ്ക്കൊരു സ്ഥലത്ത് മാത്രം ഒരു ചെറിയ തർക്കം. ആ തർക്കത്തിന്റെ പേരിലും ഖാലിമാർ തമ്മിൽ കുറ്റം പറയുകയോ ഖാലിമാരെ പിന്തുടരുന്നവർ കുറ്റം പറയുകയോ ചെയ്യാൻ നിവൃത്തിയില്ല. കാരണം രണ്ട് കക്ഷികളും ശാഫിഈ മദ്ഹബ് അനുസരിച്ചാണ് അവർ മാസം ഉറപ്പിച്ചത്. ഫത്ഹുൽ മുഈൻ ഓതിയ മുതഅല്ലിമീങ്ങൾക്കറിയാം, മാസം ഉറപ്പിക്കാൻ എല്ലാ മഹല്ലിലും മാസം കാണേണ്ടതില്ല. മറിച്ച് ഉദയാസ്തമന വ്യത്യാസമില്ലാത്ത ഒരു സ്ഥലത്ത് മാസം കണ്ടാൽ അത് അപ്പുറത്തേക്കും ബാധകമാകും. അങ്ങനെ വരുമ്പോൾ നമ്മൾ എല്ലാ മഹല്ലിലും മാസം കണ്ടിട്ട് നോമ്പുറപ്പിക്കുന്ന പരിപാടിയില്ല, മാസം ഉറപ്പിക്കുന്ന പരിപാടി ഇല്ലെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഫത്ഹുൽ മുഈനിൽ ഇങ്ങനെ കാണാം. വനബ്ബഹ സുബ്കിയു, ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു ഉണർത്തി. വതബിഅഹു ഗൈറുഹു, ഇമാം സുബ്കി അല്ലാത്തവർ അതിനെ പിന്തുടരുകയും ചെയ്തു. അലാ അന്നഹു യൽസമു മിനർ റുഹിയത്തി ഫിൽ ബലദി ശർഖി, കിഴക്കൻ നാട്ടിൽ മാസം കണ്ടാൽ അതിനാൽ ഉണ്ടാകും റുഹിയത്തുഹു ഫിൽ ബലദിൽ ഗർബി, പടിഞ്ഞാറൻ നാട്ടിൽ മാസം കാണുക എന്നത് അതിനാൽ ഉണ്ടാകുന്നതാണ്. മിൻ ഗൈരി അക്സിൻ, അതേ സമയത്ത് അതിന്റെ നേരെ വിരുദ്ധമായി പടിഞ്ഞാറ് കണ്ടതുകൊണ്ട് കിഴക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഇതില്ലൈലു യദ്ഖുലു ഫിൽ ബിലാദി ശർഖിയ്യതി, എന്തുകൊണ്ട് കിഴക്കൻ നാടുകളിൽ രാത്രി പ്രവേശിക്കും ഖബ്ലു, അതേ ഈ പടിഞ്ഞാറൻ നാടുകളിൽ രാത്രി പ്രവേശിക്കുന്നതിന് മുമ്പ്. വഖളിയത്തു കലാമിഹിം, ഇമാം സുബ്കി റളിയല്ലാഹുവിനോട് പിന്തുടർന്നവരും അവരൊക്കെ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നതിന്റെ തേട്ടം അന്നഹു മതാർ ഫീ ശർഖിയ്യൻ, കിഴക്കൻ നാട്ടിൽ എവിടെയെങ്കിലും മാസം കണ്ടാൽ ലസിമ കുല്ല ഗർബിയൻ, എല്ലാ പടിഞ്ഞാറുകാർക്കും നിർബന്ധമാകും, അല്ലെങ്കിൽ എല്ലാവർക്കും മാസം കണ്ടതുപോലെയാകും. ബിന്നിസ്ബതി ഇലൈഹിൽ അമലു, പടിഞ്ഞാറൻ ഭാഗത്തുള്ളവരെല്ലാം ആ കിഴക്ക് കണ്ട മാസത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കൽ നിർബന്ധമാകും. ഇങ്ങനെ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറയുകയും മറ്റുള്ളവർ അതിനെ പിന്തുടരുകയും ചെയ്തു എന്ന് ഫത്ഹുൽ മുഈനിൽ കാണാം. അതിനുശേഷം അതിന് വിരുദ്ധമായി ഫത്ഹുൽ മുഈനിൽ ഒന്നും പറഞ്ഞിട്ടില്ല, അതിന് ഇത്തിറാദ് പറഞ്ഞിട്ടില്ല. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഒരു കാര്യം പറഞ്ഞിട്ട് അതിനെതിര് പറയാതിരുന്നാൽ അവരത് അംഗീകരിച്ചു എന്നാണ് പൊതു തത്വം. അങ്ങനെ വരുമ്പോൾ ഫത്ഹുൽ മുഈൻ അംഗീകരിക്കുന്ന ഈ ആശയം അതനുസരിച്ചാണ് അങ്ങ് കിഴക്കൻ ഭാഗത്ത് മാസം കണ്ടതിന്റെ പേരിൽ പടിഞ്ഞാറൻ ഭാഗത്ത് കൂടി തീരുമാനമെടുത്ത പണ്ഡിതന്മാർ തീരുമാനിച്ചത് ഫത്ഹുൽ മുഈൻ അനുസരിച്ചാണ്. സുഹൃത്തുക്കളെ, എന്നാൽ ചിലർ ചോദിക്കും അത് അംഗീകരിക്കാത്തവരോ? അവർക്കും വകുപ്പുണ്ട്. അതെ, എല്ലാവർക്കും ഉണ്ടാവും വകുപ്പ്. ഇമാമിങ്ങള് ആലിമീങ്ങള് തമ്മിൽ ഖിലാഫ് ഉണ്ടാകുമ്പോ അങ്ങനെയല്ലേ. ഇതേ വിഷയം തുഹ്ഫയിൽ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഇതേ വിഷയം ഇമാം റംലി റളിയല്ലാഹു അൻഹു നിഹായിലും പറഞ്ഞിട്ടുണ്ട്. ഇതേ വിഷയം ഇമാം ഖതീബ് സർബീനി തങ്ങൾ മുഗ്നിയിലും പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹജർ തങ്ങളും അതുപോലെ ഇമാം റംലി തങ്ങളും അതുപോലെ ഖതീബ് സർബീനി മുഗ്നിയുടെ മുസന്നിഫും ഒക്കെ ഒരേ ഉസ്താദിന്റെ ശിഷ്യന്മാരാണ്. അവരെല്ലാവരും ശാഫിഈ മദ്ഹബിലെ ഏറ്റവും മുഅ്തമദായ കിതാബ് രചിച്ചവരാണ്. എല്ലാവരും രചിച്ചത് മിൻഹാജിന്റെ ശറഹ. നിഹായിലും മുഗ്നിയിലും ഇതിനെ അംഗീകരിച്ചുകൊണ്ട് അഖറഹു, അതിനെ അംഗീകരിച്ചു എന്ന് തന്നെ അബ്ദുൽ ഹമീദ് ശർവാനി തങ്ങൾ തുഹ്ഫയുടെ ഹാശിയിൽ പറഞ്ഞത് കാണാം. അപ്പോൾ ഫത്ഹുൽ മുഈനിലും അതേപോലെ മറ്റ് ഹാശിയകൾ നോക്കിയാൽ കാണാം ആ പറഞ്ഞതിനെ അംഗീകരിച്ചുകൊണ്ടാണ് പല പണ്ഡിതന്മാരും സംസാരിച്ചിട്ടുള്ളത്. എന്നാൽ തുഹ്ഫയിൽ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അതിനെ സംബന്ധിച്ച് ഒരു ചെറിയ ഒരു വിരുദ്ധമാണെന്ന് തോന്നാവുന്ന ഒരാശയം പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്. മഹാനായ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടെ പറഞ്ഞു, ആ പറഞ്ഞത് അങ്ങനെ പറഞ്ഞത് ഫുഖഹാഇന്റെ കലാമിന്റെ ളാഹിറിന് വിരുദ്ധമാണെന്ന് വരും. അങ്ങനെ വഫീഹി മുനാഫാത്തുൽ ലിളാഹിരി കലാമിഹിം,
ഫുഖഹാഇന്റെ കലാമിന്റെ ബാഹ്യവശത്തിന് എതിരാണ് എന്നത് അതിൽ ഉണ്ട്. വയുവജ്ജഹു കലാമുഹും, ആ ഫുഖഹാഇന്റെ കലാമിന് വേണമെങ്കിൽ ന്യായം പറയാം, ബിഅന്നൽ ലാസിമ ഇന്നമാ ഹുവൽ വുജൂദു ലിർറുഇയതു, അങ്ങനെ കിഴക്കൻ രാജ്യത്ത് കണ്ടതുകൊണ്ട് അതേ പടിഞ്ഞാറൻ രാജ്യത്ത് കാണുമെന്നല്ലോ, ഉണ്ടാകുമെന്നല്ലേ. അതുകൊണ്ട് ഇത് ഖദി യംനഉ മിൻഹാ മാനിഉൻ, ചിലപ്പോൾ അത് കാണാൻ തടസ്സമുണ്ടാകാമല്ലോ. വൽ മദാറു അലൈഹാ ലാ അലൽ വുജൂദി, കാണുന്നതിന്റെ മേലല്ലേ നിദാനം, ഉണ്ടാകുന്നതിന്റെ മേലല്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ ആ പറഞ്ഞതിനെ അതിന്റെ ഹാശിയിൽ തന്നെ പലരും ചോദ്യം ചെയ്തതായി നമുക്ക് കാണാം. അത് യുഖാലു ബിത്തഅമ്മുലി ഫീ കലാമിഹിം വവുജ്ജിഹ ഇത്തിബാറു ഇത്തിഹാദിൽ മതാലി യുലമു അന്നഹു ലാ മുനാഫാത വഅന്നൽ വാഹിദുൻ ഫതദബ്ബർ, അങ്ങനെ തുടങ്ങിയിട്ട് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞതിനെ അതിനെ അംഗീകരിക്കാതെ സംസാരിച്ച പല പണ്ഡിതന്മാരും അതിന്റെ ശേഷമുള്ളവരുടെ വാചകങ്ങൾ നമുക്ക് അതിന്റെ ഹാശിയിൽ തന്നെ കാണാം. അതുകൊണ്ട് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തുഹ്ഫയിൽ പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യേണ്ടതില്ല, അത് പ്രബലം തന്നെയാണ്. അതേപോലെ ഇമാം റംലിയും ഇമാം ഖതീബ് ശർബീനിയും നിഹായിലും മുഗ്നിയിലും പറയുകയും ഫത്ഹുൽ മുഈൻ അത് ഉദ്ധരിച്ച് അതേ വാചകം ഉദ്ധരിച്ചതിനെ ചോദ്യം ചെയ്യാതിരിക്കുമ്പോൾ ഇതും വളരെ പ്രബലം തന്നെയാണ്. അതുകൊണ്ട് രണ്ട് ഖാദിമാരെയും, രണ്ട് വിഭാഗം ഖാദിമാരെയും ചോദ്യം ചെയ്യാനോ അവര് പിഴച്ചു എന്ന് പറയാനോ വകുപ്പില്ല. അതിനാൽ മുസ്ലിമീങ്ങൾ ഒരിക്കലും ഖാദിമാരെ കുറ്റം പറഞ്ഞുകൊണ്ടോ ചേരി തിരിഞ്ഞുകൊണ്ടോ ഒരു മഹല്ലിലും അതേ നമ്മുടെ ഐക്യം തകർക്കാൻ പാടില്ല എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. അതേ സമയത്ത് സംഘടനാ സങ്കുചിതത്വമുള്ളവർ ചിലപ്പോൾ എന്റെ സംഘടനയിലുള്ളവർ പറഞ്ഞത് മാത്രമേ ശരിയെന്ന് പറയാൻ പറ്റൂ, അപ്പുറത്തെ സംഘടനയുള്ളവർ പറഞ്ഞത് തെറ്റാണെന്ന് തന്നെ പറയണം എന്ന് വാശിയുള്ളവരുണ്ടാകാം. അവർ സമുദായത്തിന്റെ ഐക്യം ഉദ്ദേശിക്കുന്നവർ അല്ല. അങ്ങനെയുണ്ടല്ലോ, ഹനഫി മദ്ഹബ് മാത്രമേ ശരിയുള്ളൂ, അല്ലെങ്കിൽ ഹംബലി മദ്ഹബ് മാത്രമേ ശരിയുള്ളൂ, അല്ലെ ശാഫി മദ്ഹബ് മാത്രമേ ശരിയുള്ളൂ, അല്ലെങ്കിൽ ഷാഫി മദ്ഹബോ അല്ലെങ്കിൽ മാലിക്കി മദ്ഹബ് മാത്രമേ ശരിയുള്ളൂ എന്ന് നാല് മദ്ഹബിന്റെ ആളുകൾ വാദിച്ചാൽ അത് സുന്നത്ത് ജമാഅത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കലാണ്. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. നാല് മദ്ഹബും ശരിയായതുപോലെ ഒരു മദ്ഹബിലുള്ള ഒരേപോലെ കിടപിടിക്കുന്ന പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടാകുന്ന വീക്ഷണ വ്യത്യാസത്തിൽ ഒന്നിനെ പരിഗണിച്ച് ആരെങ്കിലും ഖളാ നടത്തുകയോ തീരുമാനം പറയുകയോ ഫത്വ കൊടുക്കുകയോ ചെയ്താൽ അവരെ കുറ്റം പറയാൻ ഒരു വകുപ്പും ഇല്ല. അതിനാൽ ആരും പണ്ഡിതന്മാരെ ചേരി തിരിച്ച് കുറ്റം പറയുകയോ ഖാദിമാരെ കുറ്റം പറയുകയോ ചെയ്ത് ഈ നല്ല മാസത്തിൽ കൊല്ലം തുടങ്ങുന്ന സമയത്ത് ഇതുവരെയുള്ള തെറ്റുകുറ്റങ്ങളെല്ലാം അള്ളാഹുവിനെ കൊണ്ട് പൊറുപ്പിച്ച് ഈ കൊല്ലം എനിക്ക് നല്ലവനായി ജീവിക്കണമെന്ന് പ്രതിജ്ഞ എടുക്കേണ്ട ഈ സമയത്ത് മഹാന്മാരുടെ ഗീബത്ത് പറഞ്ഞ്, സയ്യിദന്മാരെ ഗീബത്ത് പറഞ്ഞ്, ആലിമീങ്ങളെ ഗീബത്ത് പറഞ്ഞ് തുടക്കം തന്നെ അള്ളാഹുവിനെ വെറുപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായി പോകരുത് എന്ന് സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന എല്ലാ സംഘടനയിലുമുള്ള ആളുകളോട് ഞാൻ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്.